ഹായ് ഓൾ. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യ വളരെ നന്നായി തന്നെ കളി ജയിച്ച ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യക്ക് പെട്ടെന്ന് തന്നെ ബോളിങ്ങിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. പാകിസ്ഥാൻ്റെ ബാറ്റർമാർ ആരും തന്നെ പ്രോപ്പറായി ക്ലിക്കായില്ല. ഇന്ത്യക്ക് നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ സാധിച്ചു. കൂടാതെ ഇന്ത്യക്ക് വേണ്ടി നന്നായി കളിച്ചത് ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷൻ 50 വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. ഓപ്പണറിൽ സഞ്ജു സാംസണിന് പകരം വന്ന അഭിഷേക് ശർമ്മയാകട്ടെ 4 പന്തിൽ നിന്നും വീണ്ടും ഡക്കായി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അഭിഷേകിന് ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല. തുടരെയുള്ള മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ ഡക്കായി മടങ്ങുകയാണ് ചെയ്തത്. അപ്പം എല്ലാ ഇന്ത്യൻ ആരാധകരും ഉറ്റുനോക്കുകയായിരുന്നു അഭിഷേക് ശർമ്മയുടെ ആ വെടിക്കെട്ട് പരിചയം. പക്ഷേ പാകിസ്ഥാനിൻ്റെ ടീമിൻ്റെ റിക്വസ്റ്റ് കൂടെ സൂര്യകുമാർ ഉണ്ടായിരുന്നു അഭിഷേക് ശർമ്മയെ കളിപ്പിക്കുക. സൂര്യകുമാർ യാദവ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അഭിഷേക് ശർമ്മ അതും അവരുടെ ക്യാപ്റ്റൻ സൽമാൻ ആഗയുടെ ബോളിൽ ഔട്ടാവുന്ന ഒരു കാഴ്ചയാണ് ദയനീയമായി നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷാനും മറ്റ് ദുബായ് അങ്ങനെയുള്ള കുറച്ച് പേർ കളിച്ചു. അപ്പോൾ ഇന്ത്യ ഒരു 175 സൂര്യയും കളിച്ചു. പക്ഷേ സ്കോറിങ് കുറച്ച് കമ്പാരിറ്റീവ്ലി റൺ റേറ്റ് കുറവായി ആണ് കളിച്ച് കണ്ടത്. പക്ഷേ നല്ലൊരു കളി ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. 170+ ടോട്ടൽ ഇന്ത്യ പടുത്തുയർത്തി. തുടർന്ന് ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ അത് തിരിച്ചടിക്കാൻ സാധിച്ചില്ല. പാകിസ്ഥാൻ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത് 114 റൺസിന്. പാകിസ്ഥാന് വേണ്ടി ഉസ്മാൻ ഖാൻ മാത്രമാണ് 44 റൺസ് എടുത്ത് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ നൽകിയത്. ബാക്കി ആരും തന്നെ വളരെ മോശം പ്രകടനമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന്. ഒരു നല്ലൊരു പോരാട്ടം പോലും കാണാൻ സാധിച്ചില്ല. എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഔട്ടാവുന്നത്. ബബർ അസം വളരെ പ്രതീക്ഷയോടെ പാകിസ്ഥാനികൾ നോക്കി. ബബർ അസം പോലും ഇന്ത്യക്കെതിരെ 7 റൺസ് അടങ്ങത്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈവൻ ഇന്ത്യൻ പ്രേക്ഷകർക്ക് പോലും ആ കളി കുറച്ച് വിരസമായിട്ട് അനുഭവപ്പെട്ടു. കാരണം ഒരു ഫൈറ്റ് പോലും കാണാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ ഒരു ഫുൾ ഒരു 1 സൈഡ് മാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാച്ച് ഇന്ത്യ അനായാസമായി വിജയിച്ചു. നല്ലൊരു പ്രകടനം ഇനിയും നമുക്ക് കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു.